സംഖ്യാപുസ്തകം 5-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, സകല കുഷ്ഠരോഗിയെയും സകല സ്രവക്കാരനെയും ശവത്താൽ അശുദ്ധനായ ഏവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കാം. ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിന് പുറത്താക്കണം. ഞാൻ അവരുടെ മധ്യേ വസിക്കുകയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ചു മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായ ചെയ്ത പാപം അവർ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 5 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ അകൃത്യത്തിന് പ്രതിശാന്തി വാങ്ങുവാൻ അവന് ചാർച്ചക്കാരൻ ഇല്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി യഹോവയ്ക്ക് കൊടുക്കുന്നത് പുരോഹിതന് ഇരിക്കണം. അതുകൂടാതെ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉതിർച്ചയായതൊക്കെയും അവനിരിക്കണം. ആരെങ്കിലും ശുദ്ധീകരിച്ചർപ്പിക്കുന്ന വസ്തുക്കൾ അവനുള്ളവയായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നതെല്ലാം അവനുള്ളതായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, വല്ല പുരുഷൻ്റെയും ഭാര്യ പിഴച്ചു അവനോട് ദ്രോഹിച്ചു, ഒരുത്തൻ അവളോടുകൂടെ ശയിക്കുകയും അത് അവളുടെ ഭർത്താവിന് വെളിപ്പെടാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ക്രിയയിൽ പിടിപെടാതിരിക്കുകയും ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയല്ലാതിരിക്കുകയും ചെയ്താൽ, ആ പുരുഷൻ ഭാര്യയെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അവൾക്ക് വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടുചെല്ലണം. അതിന്മേൽ എണ്ണയൊഴിക്കരുത്, കുന്തുരുക്കം ഇടുകയും അരുത്. അത് സംശയത്തിൻ്റെ ഭോജനയാകുമല്ലോ, അപരാധ ജ്ഞാപകമായ ഭോജനയാഗം തന്നെ. പുരോഹിതൻ അവളെ അടുക്കൽ വരുത്തി യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുക്കണം. പുരോഹിതൻ തിരുനിവാസത്തിൻ്റെ നിലത്തെ പൊടി കുറെയെടുത്ത് ആ വെള്ളത്തിൽ ഇടയണം. പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിൻ്റെ ഭോജനയാഗം അവളുടെ കയ്യിൽ വയ്ക്കണം. പുരോഹിതൻ്റെ കയ്യിൽ ശാപകരമായ കയ്പ് വെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെക്കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ക്ഷയിക്കുകയും നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികുകയും ചെയ്തിട്ടില്ല എങ്കിൽ ശാപകരമായ ഈ കയ്പ് വെള്ളത്തിൻ്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. എന്നാൽ നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ പിഴച്ചു അശുദ്ധയാകുകയും നിന്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ നിന്നോടുകൂടെയും ക്ഷയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുരോഹിതൻ സ്ത്രീയെക്കൊണ്ട് ശാപസത്യം ചെയ്യിച്ച് അവളോട്, യഹോവ നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്ത് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നെ ശാപവും പ്രാക്കും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം. അതിന് സ്ത്രീ ആമീൻ ആമീൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പ് വെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പ് വെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിൻ്റെ ഭോജനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. പിന്നെ പുരോഹിതൻ ഭോജനയാഗത്തിൽ ഒരു പിടിയെടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധയായി തൻ്റെ ഭർത്താവോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായിത്തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ
ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധയാകാതെ നിർമ്മലയാകുന്നുവെങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല, അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. ഒരു സ്ത്രീ ഭർത്താവുണ്ടായിരിക്കെ പിഴച്ചു, അശുദ്ധയാകുകയോ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയോ ചെയ്തിട്ട് അവളെ യഹോവയുടെ സന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ പ്രമാണമൊക്കെയും അവളിൽ നടത്തേണം. എന്നാൽ പുരുഷൻ അകൃത്യത്തിൽ ഓഹരിക്കാരനാകിയില്ല, സ്ത്രീയോ തൻ്റെ അകൃത്യം വഹിക്കും. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വീഞ്ഞിൻ്റെ കാടിയും മദ്യത്തിൻ്റെ കാടിയും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിൻ്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. തൻ്റെ നാസീർവ്രതമാലത്ത് ഒക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. നാസീർവ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. തലമുടി വളർത്തേണം. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിൻ്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. അവൻ്റെ ദൈവത്തിൻ്റെ നാസീർവ്രതം അവൻ്റെ തലയിലിരിക്കുന്നു. നാസീർവ്രത കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു. അവൻ്റെ അടുക്കൽ വെച്ച് വല്ലവനും പെട്ടെന്ന് മരിക്കുകയും അവൻ്റെ നാസീർവ്രതമുള്ള തലയെ അശുദ്ധമാക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ശുദ്ധീകരണ ദിവസത്തിൽ തല ക്ഷൗരം ചെയ്യണം. 7-ാം ദിവസം അവൻ ക്ഷൗരം ചെയ്യണം. 8-ാം ദിവസം അവൻ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ പുരോഹിതൻ്റെ അടുക്കൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിച്ച് ശവത്താൽ അവൻ പിഴച്ചതുകൊണ്ട് അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അവൻ്റെ തല അന്ന് തന്നെ ശുദ്ധീകരിക്കണം. അവൻ വീണ്ടും തൻ്റെ നാസീർവ്രതത്തിൻ്റെ കാലം യഹോവയ്ക്ക് വേർതിരിച്ച് 1 വയസ്സു പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ അകൃത്യയാഗമായി കൊണ്ടുവരണം. അവൻ്റെ നാസീർവ്രതം അശുദ്ധമായി പോയതുകൊണ്ട് മുമ്പിലത്തെ കാലം തള്ളിപ്പോകണം. വ്രതസ്ഥൻ്റെ പ്രമാണം ആവിത്. അവൻ്റെ നാസീർവ്രതത്തിൻ്റെ കാലം തികയുമ്പോൾ അവനെ സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ യഹോവയ്ക്ക് വഴിപാടായി ഹോമയാഗത്തിന് 1 വയസ്സു പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടി, പാപയാഗത്തിന് 1 വയസ്സു പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടി, സമാധാനയാഗത്തിന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റൻ, ഒരു കൊട്ടയിൽ എണ്ണ ചേർത്ത് നേരിയ മാവുകൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്ത ദോശ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വട എന്നിവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും അർപ്പിക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവൻ്റെ പാപയാഗവും ഹോമയാഗവും അർപ്പിക്കണം. അവൻ ആട്ടുകൊറ്റനെ കൊട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടു കൂടെ യഹോവയ്ക്ക് സമാധാനയാഗമായി അർപ്പിക്കണം. പുരോഹിതൻ അതിൻ്റെ ഭോജനയാഗവും പാനീയയാഗവും കൂടെ അർപ്പിക്കണം. പിന്നെ വ്രതസ്ഥൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തൻ്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത് തൻ്റെ വ്രതമുള്ള തലമുടിയെടുത്ത് സമാധാനയാഗത്തിൽ കീഴുള്ള തീയിൽ ഇടയണം. വ്രതസ്ഥൻ തൻ്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത ശേഷം പുരോഹിതൻ ആട്ടുകൊറ്റൻ്റെ വേവിച്ച കൈക്കുറവും കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു ദോശയും പുളിപ്പില്ലാത്ത ഒരു വടയും എടുത്ത് അവയെ വ്രതസ്ഥൻ്റെ കയ്യിൽ വയ്ക്കണം. പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ഇത് നീരാജനം ചെയ്ത നെഞ്ചോടും ഉദർച്ച ചെയ്ത കൈക്കുറയോടും കൂടെ പുരോഹിതന് വേണ്ടി വിശുദ്ധമാകുന്നു. അതിൻ്റെ ശേഷം വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം. നാസീർ വ്രതം ദീക്ഷിക്കുന്ന വ്രതസ്ഥൻ്റെയും അവൻ തൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നത് കൂടാതെ തൻ്റെ നാസീർ വ്രതം ഹേതുവായി യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടിൻ്റെയും പ്രമാണം ഇതുതന്നെ. അവൻ ദീക്ഷിച്ച വ്രതം പോലെ തൻ്റെ നാസീർ വ്രതത്തിൻ്റെ പ്രമാണത്തിന് അനുസരണയായി തന്നെ അവൻ ചെയ്യണം.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും. സംഖ്യാപുസ്തകം 7-ാം അധ്യായം. മോശ തിരുനിവാസം നിവർത്തിച്ചു കഴിഞ്ഞിട്ടും അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കുകയും യാഗപീഠത്തെയും അതിൻ്റെ സകല പാത്രങ്ങളെയും അഭിഷേകം കഴിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്ത ദിവസം തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രധാനികളും ഗോത്രപ്രഭുക്കന്മാരും എണ്ണപ്പെട്ടവരുടെ മേൽവിചാരകന്മാരുമായ ഇസ്രായേൽ പ്രഭുക്കന്മാർ വഴിപാട് കഴിച്ചു. അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, അവരുടെ പക്കൽ നിന്ന് അവയെ വാങ്ങുക, അവ സമാഗമന കൂടാരത്തിൻ്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ. അവയെ ലേവ്യരിൽ ഓരോരുത്തന് അവനവൻ്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണം എന്ന് കൽപ്പിച്ചു. മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. 2 വണ്ടിയും 4 കാളയെയും അവൻ ഗേർശോന്യർക്ക് അവരുടെ വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാര്യർക്ക് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഈഥാമാരിൻ്റെ കൈകീഴ് അവർക്കുള്ള വേലയ്ക്ക് തക്കവണ്ണം കൊടുത്തു. കെഹാത്യർക്ക് അവരൊന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രഭുക്കന്മാർ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് കൊണ്ടുവന്നു. യാഗപീഠത്തിന് മുമ്പാകെ പ്രഭുക്കന്മാർ തങ്ങളുടെ വഴിപാട് കൊണ്ടുവന്നു. അപ്പോൾ യഹോവ മോശയോട്, യാഗപീഠത്തിന് പ്രതിഷ്ഠയ്ക്കായി ഓരോ പ്രഭു ഓരോ ദിവസം താൻ്റെ വഴിപാട് കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചു. 1-ാം ദിവസം വഴിപാട് കഴിച്ചവൻ യഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിൻ്റെ മകനായ നഹശോൻ. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. അവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരാൺകുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 ചെമ്മരിയാട്ടിൻകുട്ടി. ഇത് അമ്മീനാദാബിൻ്റെ മകനായ നഹശോന്റെ വഴിപാട്. 2-ാം ദിവസം ഇസാഖാരിൻ്റെ മക്കളുടെ പ്രഭുവായ സൂവാറിൻ്റെ മകൻ നെഥനയേൽ വഴിപാട് കഴിച്ചു. അവൻ വഴിപാട് കഴിച്ചത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂവാറിൻ്റെ മകനായ നെഥനയേലിൻ്റെ വഴിപാട്. 3-ാം ദിവസം സെബൂലൂൻ്റെ മക്കളുടെ പ്രഭുവായ ഹേലോൻ്റെ മകൻ ഏലിയാബ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഹേലോൻ്റെ മകൻ ഏലിയാബിൻ്റെ വഴിപാട്. 4-ാം ദിവസം രൂബേൻ്റെ മക്കളുടെ പ്രഭുവായ ഷദേയൂരിൻ്റെ മകൻ എലീസൂർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക,
70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ശെദേയൂരിൻ്റെ മകൻ എലീസൂരിൻ്റെ വഴിപാട്. 5-ാം ദിവസം ഷിമിയോൻ്റെ മക്കളുടെ പ്രഭുവായ സൂരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് സൂരിഷദ്ദായിയുടെ മകൻ ശെലൂമിയേലിൻ്റെ വഴിപാട്. 6-ാം ദിവസം ഗാദിൻ്റെ മക്കളുടെ പ്രഭുവായ ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫ് വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സ് പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ദെയൂവേലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ വഴിപാട്. 7-ാം ദിവസം എഫ്രൈമിൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മീഹൂദിൻ്റെ മകൻ എലീഷാമ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഹൂദിൻ്റെ മകൻ എലീഷാമയുടെ വഴിപാട്. 8-ാം ദിവസം മനശ്ശെയുടെ മക്കളുടെ പ്രഭുവായ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് പെദാസൂരിൻ്റെ മകൻ ഗമലിയേലിൻ്റെ വഴിപാട്. 9-ാം ദിവസം ബെന്യാമീൻ്റെ മക്കളുടെ പ്രഭുവായ ഗിദെയോനിയുടെ മകൻ അബീദാൻ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ഷേക്കൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്. പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ. സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഗിദെയോനിയുടെ മകൻ അബീദാൻ്റെ വഴിപാട്. 10-ാം ദിവസം ദാൻ്റെ മക്കളുടെ പ്രഭുവായ അമ്മീഷദ്ദായിയുടെ മകൻ അഹിയേസർ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷേക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു.
ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് അമ്മീഷദായിയുടെ മകൻ അഹിയേസറിൻ്റെ വഴിപാട്. 11-ാം ദിവസം ആശേരിൻ്റെ മക്കളുടെ പ്രഭുവായ ഒക്രാൻ്റെ മകൻ പഗീയേൽ വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഒക്രാൻ്റെ മകനായ പഗീയേലിൻ്റെ വഴിപാട്. 12-ാം ദിവസം നഫ്താലിയുടെ മക്കളുടെ പ്രഭുവായ ഏനാൻ്റെ മകൻ അഹീര വഴിപാട് കഴിച്ചു. അവൻ്റെ വഴിപാട് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 130 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശേക്കെൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം. ഇവ രണ്ടും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് നിറഞ്ഞിരുന്നു. ധൂപവർഗം നിറഞ്ഞതും 10 ശേക്കെൽ തൂക്കമുള്ളതുമായ ഒരു പൊൻകലശം, ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവ്, ഒരു ആട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള ഒരു കുഞ്ഞാട്, പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റൻ, സമാധാനയാഗത്തിനായി 2 കാള, 5 ആട്ടുകൊറ്റൻ, 5 കോലാട്ടുകൊറ്റൻ, 1 വയസ്സു പ്രായമുള്ള 5 കുഞ്ഞാട്. ഇത് ഏനാൻ്റെ മകനായ അഹീരയുടെ വഴിപാട്. യാഗപീഠം അഭിഷേകം ചെയ്ത ദിവസം ഇസ്രായേൽ പ്രഭുക്കന്മാരുടെ പ്രതിഷ്ഠ വഴിപാട് ഇതായിരുന്നു: വെള്ളിത്തളിക 12, വെള്ളിക്കിണ്ണം 12, പൊൻകലശം 12, വെള്ളിത്തളിക ഒന്നിന് തൂക്കം 130 ശേക്കെൽ, കിണ്ണം ഒന്നിന് 70 ശേക്കെൽ. ഇങ്ങനെ വെള്ളിപ്പാത്രങ്ങളാകെ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 2400 ശേക്കെൽ. ധൂപവർഗം നിറഞ്ഞ പൊൻകലശം 12, ഓരോന്ന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 10 ശേക്കെൽ വീതം. കലശങ്ങളുടെ പൊന്ന് ആകെ 120 ശേക്കെൽ. ഹോമയാഗത്തിനുള്ള 4 കാലകൾ എല്ലാം കൂടി കാളക്കിടാവ് 12, ആട്ടുകൊറ്റൻ 12, 1 വയസ്സു പ്രായമുള്ള കുഞ്ഞാട് 12. അവയുടെ ഭോജനയാഗം പാപയാഗത്തിനായി കോലാട്ടുകൊറ്റൻ 12, സമാധാനയാഗത്തിനായി 4 കാലുകൾ എല്ലാം കൂടി കാള 24, ആട്ടുകൊറ്റൻ 60, കോലാട്ടുകൊറ്റൻ 60, 1 വയസ്സു പ്രായമുള്ള കുഞ്ഞാട് 60. യാഗപീഠത്തെ അഭിഷേകം ചെയ്ത ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള വഴിപാട് ഇതുതന്നെ. മോശ തിരുമുമ്പിൽ സംസാരിപ്പാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ അവൻ സാക്ഷ്യപെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിങ്കിൽ നിന്ന് 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് തന്നോട് സംസാരിക്കുന്ന തിരുശബ്ദം കേട്ടു. അങ്ങനെ അവൻ അവരോട് സംസാരിച്ചു. സംഖ്യാപുസ്തകം 8-ാം അധ്യായം. യഹോവ മോശയോട് അരുളി ചെയ്തത്: ദീപം കൊളുത്തുമ്പോൾ ദീപം 7 നിലവിളക്കിൻ്റെ മുൻവശത്തോട് വെളിച്ചം കൊടുക്കണം എന്ന് അഹരോനോട് പറക. അഹരോൻ അങ്ങനെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ നിലവിളക്കിൻ്റെ ദീപം മുൻവശത്തേക്ക് തിരിച്ചു കൊളുത്തി. നിലവിളക്കിൻ്റെ പണിയോ അത് പൊന്നുകൊണ്ട് അടിച്ചുണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ ചുവട് മുതൽ പുഷ്പം വരെ അടിപ്പുപണി തന്നെ. യഹോവ മോശയെ കാണിച്ച മാതൃക പോലെ തന്നെ അവൻ നിലവിളക്ക് ഉണ്ടാക്കി. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ: ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുചീകരിക്കുക. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രമലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. അതിൻ്റെ ശേഷം അവർ ഒരു കാളക്കിടാവിനെയും അതിൻ്റെ ഭോജനയാഗമായി എണ്ണ ചേർത്ത് നേരിയ മാവും എടുക്കണം. പാപയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനെയും എടുക്കണം. ലേവ്യരെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തേണം. ഇസ്രായേൽ മക്കളുടെ സഭയെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. പിന്നെ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. ഇസ്രായേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവയ്ക്കണം.
യഹോവയുടെ വേല ചെയ്യേണ്ടതിന് അഹരോൻ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ നിരാജന യാഗമായി അർപ്പിക്കണം. ലേവ്യർ കാളക്കിടാക്കളുടെ തലയിൽ കൈവയ്ക്കണം. പിന്നെ ലേവ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീ യഹോവയ്ക്ക് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. നീ ലേവ്യരെ അഹരോന്റെയും പുത്രന്മാരുടെയും മുമ്പാകെ നിർത്തി യഹോവയ്ക്ക് നീരാജനയാഗമായി അർപ്പിക്കണം. ഇങ്ങനെ ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുകയും ലേവ്യർ എനിക്കുള്ളവരായിരിക്കുകയും വേണം. അതിൻ്റെ ശേഷം സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ലേവ്യർക്ക് അടുത്തു ചെല്ലാം. നീ അവരെ ശുചീകരിച്ച് നീരാജനയാഗമായി അർപ്പിക്കണം. അവർ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് സാക്ഷാൽ ദാനമായുള്ളവർ. എല്ലാ ഇസ്രായേൽ മക്കളിലുമുള്ള ആദിജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി എടുത്തിരിക്കുന്നു. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ ഇസ്രായേൽ മക്കൾക്കുള്ള കടിഞ്ഞൂലൊക്കെയും എനിക്കുള്ളത്. ഞാൻ മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലുകളെയൊക്കെയും സംഹരിച്ച നാളിൽ അവയെ എനിക്കായി ശുദ്ധീകരിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ഉള്ള എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ഞാൻ ലേവ്യരെ എടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ വിശുദ്ധ മന്ദിരത്തിന് അടുത്തു വരുമ്പോൾ അവരുടെ ഇടയിൽ ബാധയുണ്ടാകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ മക്കളോട് വേല ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാനും ലേവ്യരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് അഹരോനും പുത്രന്മാർക്കും ദാനം ചെയ്തുമിരിക്കണം. അങ്ങനെ മോശയും അഹരോനും ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ലേവ്യരെക്കുറിച്ച് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ലേവ്യർക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഇസ്രായേൽ മക്കൾ അവർക്ക് ചെയ്തു. ലേവ്യർ തങ്ങൾക്കു തന്നെ പാപശുദ്ധി വരുത്തി വസ്ത്രമലക്കി അഹരോൻ അവരെ യഹോവയുടെ സന്നിധിയിൽ നീരാജനയാഗമായി അർപ്പിച്ചു. അവരെ ശുചീകരിക്കേണ്ടതിന് അഹരോൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. അതിൻ്റെ ശേഷം ലേവ്യർ അഹരോൻ്റെയും പുത്രന്മാരുടെയും മുമ്പാകെ സമാഗമന കൂടാരത്തിൽ തങ്ങളുടെ വേല ചെയ്യുവാൻ അടുത്തു ചെന്നു. യഹോവ ലേവ്യരെക്കുറിച്ച് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവർക്ക് ചെയ്തു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ലേവ്യർക്കുള്ള പ്രമാണം ആവിത്: 25 വയസ്സു മുതൽ അവർ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കണം. 50 വയസ്സു മുതലോ അവർ വേല ചെയ്യുന്ന സേവയിൽ നിന്ന് ഒഴിയണം, പിന്നെ സേവിക്കേണ്ട. എങ്കിലും സമാഗമന കൂടാരത്തിലെ കാര്യം നോക്കുന്നതിൽ അവർ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കണം. വേലയൊന്നും ചെയ്യേണ്ട. ലേവ്യരുടെ കാര്യം സംബന്ധിച്ച് നീ ഇങ്ങനെ അവർക്ക് ചെയ്യണം.